ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മയുമായി വഴക്കുണ്ടാക്കി പോവാൻ തുടങ്ങിയ വിനീതിനോട് അമ്മ പറയുന്നുണ്ട്, പോയിട്ട് വരുമ്പോഴേ കുറച്ച് സ്നാക്സും കൂടി കൊണ്ടുപോരെ. പൊന്നുവിനെയും കൊണ്ട് ഗീത വരുന്നുണ്ട്. അവൾക്ക് അനിയനൊരു പെണ്ണിനെ നോക്കണമെന്ന്. അരവിന്ദന്റെ വീട്ടിലേക്ക് പോയി പെണ്ണിനെ ചോദിക്കുന്നതൊക്കെ അവൾ പറയുന്നത് കേട്ടു. എന്നമ്മ പറയുന്നത് കേൾക്കെ വിനീത് ബൈക്കിൽ നിന്നിറങ്ങി ഓടി അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നമ്മ എന്ന് സന്തോഷത്തോടെ വിളിക്കുക. പോടാ, നീയല്ലേ പറഞ്ഞത് ടോക്സിക് ആണെന്ന് എന്ന് അമ്മ ചോദിക്കുമ്പോ അല്ലല്ല എന്റെ പൊന്നമ്മയ്ക്ക് പൊന്നുമ്മ എന്ന് പറഞ്ഞ് അവൻ അമ്മയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാ. മനസ്സിലായി അവന്റെ ഒരു നാണം എന്ന് പറയുമ്പോഴേക്കും വിനീതും വീട്ടിൽ നിന്നിറങ്ങി പോവുകയാ. പിന്നീട് അച്ഛനുമായി മുറ്റത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാവേരിയാണ് കാണിക്കുന്നത്. അച്ഛൻ ഈ പേരമര ഓർമ്മയുണ്ടോ? അച്ഛൻ കഴിഞ്ഞ തവണ വന്നപ്പോ വെച്ചതാ. എപ്പോഴും ഞാൻ ഈ ചെടി നോക്കുമായിരുന്നു. ഇത് എത്ര വലുതാവുമ്പോ അച്ഛൻ വരുമെന്ന് എന്ന് കാവേരി സന്തോഷത്തോടെ പറയുമ്പോ ഞാൻ വന്നില്ലേ എന്ന് അച്ഛനും. അങ്ങ് സൗദിയിലായിരുന്നാലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വീടിന്റെ കാര്യം എപ്പോഴും ഓർമ്മിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾ താമസിക്കുന്ന കെട്ടിടം മാത്രമല്ല ഈ വീട്. ഇവിടുത്തെ ചെടികളും കല്ലും കട്ടയും കുമ്മായവും എല്ലാം അച്ഛന്റെ വിയർപ്പിന്റെ ഫലമാ. നീ ഉറങ്ങിക്കാണോ? നിന്റെ മൂത്തവള് സുഖമായിരിക്കുന്നോ? യമന നന്നായി പഠിക്കുന്നുണ്ടോ? നില കുസൃതി കാട്ടി എല്ലാവരെയും വലയ്ക്കുന്നുണ്ടോ? മുത്തശ്ശിയുടെ അസുഖം കൂടിയോ? ഇതൊക്കെ ആലോചിക്കുമ്പോ ഉള്ളിലൊരു ടെൻഷനാ. അച്ഛൻ പറയുമ്പോ ഞങ്ങളെ എല്ലാവരെയും ഇവിടുത്തെ കല്ലും കട്ടയും മരവുമെല്ലാം ഓർമ്മിക്കും. എന്നിട്ടും അമ്മ ഓർമ്മ വരില്ലേ എന്ന് കാവേരി ചോദിക്കുക. ഓൾ എന്റെ കൂടെ തന്നെ ഇല്ലേടി. ഏത് പണിയെടുക്കുമ്പോഴും ഞാൻ ഓളെ ഓർമ്മിക്കും എന്ന് അച്ഛൻ പറയുമ്പോ അപ്പോ ജോലിക്കിടയിലും റൊമാൻസ് എന്ന് കാവേരി കളിയാക്കുമ്പോ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അവള് പാവല്ലേടി എന്ന് അച്ഛനും. പാവം തന്നെയാ അച്ഛാ, തിരിച്ചിനി സൗദിക്കൊക്കെ പോണോ എന്ന് കാവേരി ചോദിക്കുമ്പോ പോവാതെ പിന്നെ നിങ്ങൾ 4 പേരെയും 100 പവൻ തന്ന് അന്തസ്സായി കെട്ടിക്കാനാ എന്റെ പ്ലാൻ എന്ന് അച്ഛൻ പറയുമ്പോ എനിക്ക് വേറൊരു ഗംഭീരമായ പ്ലാൻ ഉണ്ടച്ചാ എന്ന് കാവേരിയും. അതെന്താത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഏതെങ്കിലും ഒരു ചെറുക്കനെ പ്രേമിച്ച് അവന്റെ കൂടെ അങ്ങ് ഒളിച്ചോടിയാലോ എന്നവൾ പറയുന്നത് കേൾക്കെ ഒറ്റടി തന്നാലുണ്ടല്ലോ എന്ന് അച്ഛനും. പ്രേമിക്കുന്നതാണോ പ്രശ്നം എന്ന് കാവേരി ചോദിക്കുമ്പോ എടി പ്രേമിക്കുന്നതിൽ എന്താ തെറ്റ്? നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അവനെയും കൂട്ടി എന്റെ മുന്നിലേക്ക് വാ, കല്യാണം വളരെ മാന്യമായി ഞാൻ നടത്തിത്തരും. പിന്നെന്തിനാ ഓടിപ്പോകുന്നതെന്ന് അച്ഛനും. അച്ഛാ, അപ്പൊ സ്വർണ്ണ ഇടണ്ടല്ലോ അച്ഛാ, നമ്മുടെ പ്രശ്നം അവിടെ തന്നെ നിൽക്കുമെന്ന് കാവേരിയും. ഓഹരിയായി പൊന്നും പണവും കൊടുക്കുന്നത് ഒഴിവാക്കാനാ നിന്റെ പ്ലാൻ അല്ലേ എന്ന് അച്ഛനും. അല്ലാതെ പിന്നെ എന്ന് കാവേരി ചോദിക്കുമ്പോ അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്വമൊന്നും എന്റെ മോളെ ഏറ്റെടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് മുറ്റത്തേക്ക് കയറുകയാണ് അരവിന്ദൻ. അച്ഛ ഒരു മിനിറ്റ്, വേറൊരു പ്ലാൻ ഉണ്ടെന്ന് കാവേരി പറയുമ്പോ ഒളിച്ചോട്ടം പോലുള്ള പരിപാടിയാണെങ്കിൽ എന്റെ പൊന്നുമോള് പറയണമെന്നില്ല കേട്ടോ എന്നച്ഛനും. ഇതങ്ങനെയല്ല, ഡീസന്റാ, നല്ല തറവാടി പ്ലാൻ. അച്ഛാ അതെ, നല്ല ഭംഗിയുള്ള വീടല്ലേ നമ്മുടെ വീട്. നമുക്കിത് ഹോം സ്റ്റേ ആക്കി മാറ്റിയാലോ? ഈ പുഷ്പവാടിയിലെ ഏറ്റവും ഭംഗിയുള്ള വീട് നമ്മുടെ വീടാണല്ലോ. ഇതിന്നൊരു 2 റൂം ഹോം സ്റ്റേ ആക്കി ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് കൊടുത്താ അത്യാവശ്യം നല്ല വരുമാനം വരും എന്ന് കാവേരി പറയുമ്പോ ഒരു നിമിഷം ആലോചനയോടെ നിന്ന് അതെങ്ങനെയാ മോളെ, നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടില് അപരിചിതരെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ, അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് കാവേരിയും. അച്ഛാ, അച്ഛനെ തിരിച്ച് ഗൾഫിലേക്ക് വിടാതിരിക്കാനുള്ള പ്ലാനാ ഇതൊക്കെ എന്ന് കാവേരി പറയുമ്പോ ഓ അങ്ങനെ, ഐഡിയ ഒക്കെ നല്ലത് തന്നെ. എന്നാലും കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് മതി മോളെ. ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും കയ്യിൽ കുറച്ച് നീക്കിയിരിപ്പുണ്ടാവുന്നത് നല്ലതാ എന്ന് പറഞ്ഞ അച്ഛൻ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും അച്ഛാ ഒരു പ്ലാൻ കൂടി പറയാനുണ്ട് എന്ന് കാവേരിയും. പ്ലാൻ സി ആണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അതല്ല, ഇത് വേറൊരു കാര്യം, കുറച്ചും കൂടി സീരിയസ്. ഗംഗ ചേച്ചിയെ വിനീതേട്ടന് ഇഷ്ടാന്ന് അച്ഛൻ അറിയാലോ. ഗംഗ ചേച്ചിക്ക് വിനീതേട്ടനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറൊരു കല്യാണം ആലോചിക്കാം. എന്നാലും അക്കാര്യം മുമ്പേ വിനീതേട്ടനോട് പറയണം അച്ഛാ എന്ന് കാവേരി സീരിയസ് ആയി പറയുമ്പോ പറയാം മോളെ എന്ന് അരവിന്ദനും സമ്മതിക്കുക. അവിടെ ഗംഗയെ പെണ്ണു ചോദിക്കാനായി വിനീതിന്റെ ചേച്ചിയും മോളും അവരുടെ വീട്ടിലെത്തിയിരിക്കുക. മോളെ പലഹാരം കഴിക്കാനായി സുജാത നിർബന്ധിക്കുമ്പോ എനിക്കതൊന്നും വേണ്ടെന്ന് മോളും. അവൾ അതൊന്നും കഴിക്കൂല, ദാസേട്ടൻ കൊച്ചിനെ വഷളാക്കി വെച്ചേക്കുക. സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഇതിനൊന്നും ക്ഷാമമില്ലല്ലോ എന്നവൾ പറയുമ്പോ നിന്നെ ആരാ വഷളാക്കിയതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ദാസേട്ടന്റെ കൂടിയപ്പോ എനിക്കും അതങ്ങ് ശീലായി. നമ്മളും ഇങ്ങനെ ബേക്കറി പലഹാരങ്ങൾ വലിച്ചു വാരി കഴിക്കലേ ചേച്ചി, തടി കൂടുന്ന വഴി അറിയില്ല എന്ന് വിനീതും ചേച്ചി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എടാ, അത് പറഞ്ഞപ്പോഴാ ഞാൻ നിനക്ക് തയ്ക്കാൻ തന്ന ബ്ലൗസ് എവിടെ എന്ന് ചേച്ചി ചോദിക്കുമ്പോ അല്ല, തടി കുറച്ചുകൂടി കൂടിയാലും ചേച്ചി വൃത്തികേടൊന്നുമില്ല എന്ന് വിനീതും ഒഴിഞ്ഞു മാറാനായി ശ്രമിക്കുന്നുണ്ട്. നീ അത് വിട് വിനീത്, മാസം എത്രയായി നിനക്ക് ഞാനത് തയ്ക്കാൻ തന്നിട്ട്? ഓണത്തിന് തരാന്നായിരുന്നു നിന്റെ അവസാന വാക്ക്. ഇപ്പൊ ഓണവും കഴിഞ്ഞെന്ന് ചേച്ചി പറയുമ്പോ നീ എന്നോട് പരാതിയൊന്നും പറയണ്ട. വീട്ടിലൊരു തയ്യൽക്കാരനുള്ളത് കൊണ്ടേ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഒരു തുണി കയറിയാ അതൊന്ന് കൂട്ടിപ്പിടിപ്പിക്കാൻ ഞാൻ തന്നെ സൂചി നൂലും എടുക്കണം എന്ന് അമ്മയും പറയുന്നുണ്ട്. അപ്പൊ ഇവൻ മുഴുവൻ സമയവും മെഷീൻ ചവിട്ടുന്നത് ആർക്ക് വേണ്ടിയാ എന്ന് ചേച്ചി ചോദിക്കുമ്പോ ആഹാ, അത് നിനക്ക് അറിഞ്ഞൂടെ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അമ്മ ഒന്ന് പോയേ, ഞാൻ പോണു എന്ന് പറഞ്ഞ് വിനീത് എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോഴേക്കും നീ അവിടെ ഇരിക്കടാ, പറയട്ടെ എന്ന് ചേച്ചിയും. ഞങ്ങൾക്കറിയണം, അല്ലമ്മേ ഒരു പെണ്ണ് എത്ര ബ്ലൗസ് ഇടാനാ അല്ലെങ്കിൽ എത്ര ചുരിദാർ ഇടാനാ
ഒരു പെണ്ണിന് മാത്രമായി ഒരു തയ്യൽക്കാരൻ വേണോ എന്ന് ചേച്ചി അവനോടായി ചോദിക്കുമ്പോഴേക്കും അവന്റെ മടിയിലിരുന്ന അവളുടെ മോളും ഏത് പെണ്ണ അമ്മുമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. പൊന്നു എന്ന് വിളിച്ച് അവൻ അവളെ താക്കീത് ചെയ്യുമ്പോഴേക്കും എടി അവൾക്ക് വേണ്ടി മാത്രമല്ല അവൻ തയ്ക്കുന്നത്. കാശ് കിട്ടുന്ന എല്ലാ തയ്യലും എടുക്കുന്നുണ്ട് എന്റെ മോൻ. അതിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടുതലും അവൾക്ക് തുണിയെടുക്കാൻ തന്നെ പോവും. അത് വേറെ കാര്യം. പിന്നെ ഒഴിവ് കിട്ടുന്ന സമയം തയ്യലോട് തയ്യല, പല ഫാഷനിലും മോഡലിലുമൊക്കെ. അതിനിടയിൽ നമ്മുടെയൊക്കെ കാര്യം ആരോർക്കാൻ എന്നമ്മ കുറ്റപ്പെടുത്തുമ്പോ ഈ അസുഖത്തിന് ഒരു ചികിത്സയേ ഉള്ളമ്മേ. അവനെ പിടിച്ച് എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിക്കണം എന്ന് ചേച്ചി പറയുമ്പോ എടി കെട്ടാൻ പോകുന്നതും ആ പെണ്ണിനെ തന്നെയല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അത് തന്നെയാ ഏറ്റവും വലിയ പണിഷ്മെന്റ്. അല്ലെങ്കിൽ ഇവൻ ചെറിയൊരു പരീക്കുട്ടിയായിട്ട് എന്നും അവളുടെ ബ്ലൗസും തയ്ച്ചുകൊണ്ട് നടക്കും എന്ന് ചേച്ചിയും പറയുന്നുണ്ട്. അതിന്റെ കാര്യം സംസാരിക്കാനാ നിന്നോട് വരാൻ പറഞ്ഞത് എന്ന് അമ്മ പറയുമ്പോ അമ്മാവൻ സൗദിന്ന് വന്നതല്ലേ പറഞ്ഞത്. ചിങ്ങം കഴിയുന്നതിന് മുന്നേ നമുക്കത് നടത്താമേ എന്നവന്റെ ചേച്ചിയും സന്തോഷത്തോടെ പറയുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വിനീത് എണീറ്റ് പോവുകയാ. ഈ അവധിക്ക് വരുമ്പോൾ നടത്താമെന്നല്ലേ അമ്മാവൻ പറഞ്ഞിരുന്നത്. അമ്മാവനോട് സംസാരിച്ചോ എന്നവൾ ചോദിക്കുമ്പോ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ, ഇനി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് അമ്മയും. എന്നാലും എല്ലാത്തിനും ഒരു ഉറപ്പ് വേണ്ടേ അമ്മേ. കല്യാണത്തിന് മുന്നേ അക്കാര്യമൊക്കെ നേരിട്ട് പറഞ്ഞുറപ്പിക്കണം എന്നവൾ പറയുമ്പോ അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് അമ്മയും. ആ വാക്ക് പറയാൻ നാണക്കേടൊന്നും വേണ്ട, സ്ത്രീധനം തന്നെ എന്നവൾ പറയുമ്പോ ഛേ പോടി എന്ന് അമ്മയും വഴക്ക് പറയുന്നുണ്ട്. വിനീത് ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും കാണുന്നത് സിറ്റൗട്ടിൽ നിൽക്കുന്ന അമ്മുമ്മയാണ്. അമ്മുമ്മയോ വായെന്ന് വിനീത് വിളിക്കുമ്പോ നിന്റെ അമ്മ ഇവിടെയല്ലേ എന്ന് അമ്മുമ്മയും. അമ്മ ഉണ്ടെന്ന് വിനീത് പറയുമ്പോ അവളെ വിളി എന്ന് ദേഷ്യത്തോടെ അമ്മുമ്മയും. അല്ല അമ്മുമ്മ അകത്തു വാ എന്ന് വിനീത് വീണ്ടും വിളിക്കുമ്പോ നീ അവിടെ വിളിക്കടാ എന്ന് പറഞ്ഞ അമ്മുമ്മയും ദേഷ്യത്തോടെ നിൽക്കുക. അമ്മയിങ്ങ് വാന്ന് പറഞ്ഞ് വിനീതും ഉച്ചത്തിൽ അമ്മയെ വിളിക്കുകയാ. അമ്മയും അവന്റെ ചേച്ചിയും ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും അമ്മയെ കണ്ട് സന്തോഷത്തോടെ അമ്മയെ അവിടുന്ന് തനിച്ചു വിട്ടോ എന്ന് സുജാതയും ചോദിക്കുന്നുണ്ട്. എന്നെ അവര് വിടുന്നതെന്തിനാ? പിടിച്ചു നിൽക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയോ? വിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങ് വരും. മനസാക്ഷിക്ക് ഒട്ടും നിരക്കാത്ത കാര്യങ്ങളാ അവിടെ നടക്കുന്നത് എന്നമ്മ ദേഷ്യത്തോടെ പറയുമ്പോ എന്താ അമ്മേ ശാരദയുമായി വല്ല വഴക്കുണ്ടായോ എന്ന് സുജാതയും ചോദിക്കുന്നുണ്ട്. ശാരദയും കണക്കാ, നിന്റെ ഏട്ടനും കണക്കാ, എല്ലാം ഒരു വണ്ടിയിൽ കെട്ടാവുന്ന തരത്തിലുള്ളതാ എന്നമ്മ ദേഷ്യത്തോടെ പറയുന്ന കേൾക്കിയ സുജാതയും അമ്മയുടെ അരികിലേക്ക് നടന്നു ചെന്ന് ദേ അമ്മേ നിങ്ങൾ തമ്മിലെ പിച്ചിയും മാന്തിയും എന്ന് പറഞ്ഞുള്ള വഴക്കൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്ക്. ഇവന്റെയും ഗംഗയുടെയും കാര്യങ്ങൾ സംസാരിക്കാനായി ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുക എന്ന് സുജാത പറയുമ്പോ അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അമ്മയും. നിങ്ങൾ അങ്ങോട്ട് വന്ന് നാണം കെടണ്ടെന്ന് സങ്കടത്തോടെ അമ്മ പറയുന്നത് കേൾക്കെ എന്താ അമ്മ പറഞ്ഞേ എന്ന് സുജാതയും. അരവിന്ദനും ശാരദയും ഗംഗയെ വിനീതിന് കൊടുക്കില്ല മോളെ എന്ന് അമ്മൂമ്മ പറയുന്നത് കേൾക്കെ വിനീതും ആകെ ഞെട്ടലോടെ നിൽക്കുകയാ. അത് കേട്ടോണ്ട് നിന്ന അവന്റെ ചേച്ചിയും അമ്മമ്മയുടെ അടുത്തേക്ക് വന്ന് പിന്നെ അവളെ ആർക്ക് കൊടുക്കാൻ അമ്മൂമ്മ എന്ന് ചോദിക്കുമ്പോ അറിയില്ല മോളെ, ഗംഗയ്ക്ക് ഇവനെ ഇഷ്ടമല്ലെന്നാ പറയുന്നത്. അത് കേട്ടുതുള്ളാൻ അരവിന്ദനും ശാരദയും. അവര് ഗംഗയ്ക്ക് വേറെ ചെറുക്കനെ ആലോചിക്കുകയാ എന്ന അമ്മൂമ്മ പറയുന്നത് കേൾക്കെ എനിക്കിത് നേരത്തെ തോന്നിയിട്ടുള്ളതാ. ഇവന് നോക്കുമ്പോ തന്നെ ആ പെണ്ണിന്റെ കണ്ണിൽ ഒരു ഇഷ്ടക്കേടുണ്ട് എന്ന് വിനീതിന്റെ ചേച്ചിയും പറയുന്നുണ്ട്. ആകെ തകർന്നുപോയ വിനീതും ഗംഗ അങ്ങനെ പറഞ്ഞു അമ്മൂമ്മേ എന്നെ ഇഷ്ടമല്ലെന്ന് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞിടാ മോനെ എന്ന് കരച്ചിലോടെ അമ്മൂമ്മയും. ആകെ തകർന്നു പോകുന്ന വിനീതും സങ്കടത്തോടെ അവിടുന്ന് നടന്നു നീങ്ങി കൈവരിയിലേക്കിരുന്ന് കണ്ണു നിറഞ്ഞ് അവരുടെ കുട്ടിക്കാലത്തെ സ്നേഹ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. പിന്നീട് നാട്ടിലെ അരുവിയിൽ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന അരവിന്ദനെയാണ് കാണിക്കുന്നത്. അങ്ങോട്ട് വരുന്ന ജയപാലൻ അത് കണ്ട് എടാ അരവിന്ദ നല്ല തണുപ്പുണ്ടാവും ഇട വെള്ളത്തിന്, എടാ നിനക്കിതൊന്നും പരിചയമില്ലാത്തതല്ലേ കേറി വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കുമ്പോ നമ്മുടെയൊക്കെ സ്വപ്നം ഒരുപാട് സ്വത്തും പണവും ഉണ്ടാക്കണമെന്നല്ല, ദാമ്പത്യ സുഖം ഉണ്ടാവണമെന്നല്ല, വയറു നിറയെ ഭക്ഷണം കഴിക്കണമെന്നുമല്ല, ഇതുപോലെ മഞ്ഞിന്റെ കുളിർമയുള്ള വെള്ളം ഇച്ചിരി മുഖത്തേക്ക് ഒറ്റിക്കാൻ കിട്ടുക അത് തന്നെ സ്വർഗം എന്ന് അരവിന്ദനും പറയുന്നുണ്ട്. എന്തോ നാടാ കേറി വാ ഇങ്ങോട്ടെന്ന് ജയപാലനും വിളിക്കുകയാ. അരവിന്ദനും ജയപാലന്റെ അടുത്തേക്ക് കയറി വന്ന് പറഞ്ഞ വിശ്വസിക്കുകയല്ല. ഞാൻ എന്റെ 4 മക്കൾക്കും നദികളുടെ പേരിട്ടത് എന്തിനാണെന്ന് അറിയാമോ? ആ പേരുകളിൽ തന്നെ ഒരു കുളിർമ കിട്ടാനാ എന്ന് അരവിന്ദൻ പറയുമ്പോഴേക്കും ഒരാൾ ഫ്ലാസ്കിൽ ചായയുമായി അങ്ങോട്ടെത്തുകയാ. തനിക്കുള്ള ചായ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ജയപാലൻ ചായ വാങ്ങി കപ്പിലൊഴിച്ച് അരവിന്ദന് കൊടുക്കുകയാ. നിനക്ക് വേണ്ടെന്ന് അരവിന്ദൻ ചോദിക്കുമ്പോ പിന്നെ തണുപ്പത്ത് ഇതല്ലേ കുടിക്കുന്നത്, അതും ഇതുപോലൊരു ലൊക്കേഷനില്, വേറെന്തെങ്കിലും ആയിരുന്നെങ്കിലേ നിന്നോട് വിശാലമായിട്ട് കൂടായിരുന്നു എന്ന് ജയപാലനും. ആഹാ അപ്പോ അടിയൊക്കെ ഉണ്ടല്ലേ, എടോ പൂച്ച സന്യാസി പറയട്ടെ ഞാൻ പ്രവീണയോട് എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോ അയ്യോ എന്റെ പൊന്നോ ചതിക്കല്ലേ, വല്ലപ്പോഴും ഒരിക്കലാ, അതും മദ്യമൊന്നും അല്ലെന്നേ, ദേവന്മാര് കഴിക്കുന്ന നല്ല ഒന്നാന്തരം സോമരസമാണെന്നേ, ദേ നമ്മുടെ ഈ ശിവരാമനെ വാറ്റിയെടുത്തു തരുന്നതാ എന്ന് ജയപാലൻ പറയുന്നത് കേൾക്കേടാ ശിവരാമ ഈ തോട്ടത്തിലെങ്ങാനും എക്സൈസ് കയറിയാൽ നിന്നെ ഞാൻ എന്ന് അരവിന്ദനും വഴക്ക് പറയുന്നുണ്ട്. എടാ ഇത് നിന്റെ തോട്ടമാണെന്ന് എനിക്കറിഞ്ഞൂടെ, അതിന് ഞാൻ ഇടയുണ്ടാക്കോ എന്ന് ജയപാലനും. എടാ നിന്റെയും എന്റെയും ആയോണ്ടൊന്നും അല്ല, പാറ്റ് കേസ് എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണേ, നീ അതിലൊന്നും പെടുന്നത് എനിക്കിഷ്ടമല്ല, നീ വേണമെങ്കിൽ വിദേശി 2 വാങ്ങി വെച്ചടിച്ചോ എന്ന് അരവിന്ദൻ പറയുമ്പോ എടാ നിന്റെ കാര്യമോർത്തെ എനിക്ക് അതിശയം തോന്നുവാ, എടാ ജീവിതത്തിൽ എന്തുവാടാ സന്തോഷം എന്ന് ജയപാലനും ചോദിക്കുന്നുണ്ട്. എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ കുടുംബമാടോ, വേറൊന്നിനും അത്ര ലെവല് കിട്ടൂല,
പിന്നെ നീ ഇല്ലേടോ എന്ന് അരവിന്ദൻ പറയുമ്പോൾ സമ്മതിച്ചു. കുടുംബം എന്ന് പറയുന്ന ആളെ ലീവിന് വരുന്നത് 4-5 വർഷം കൂടുമ്പോഴാ എന്ന് ജയപാലനും. എല്ലാ ലഹരിയും എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലടോ. ഇനിയും കുറച്ചു കാലം കൂടി മരുഭൂമി പോയി തുഴഞ്ഞാലേ ഒന്ന് നേരെ നിൽക്കാൻ പറ്റൂ എന്ന് അരവിന്ദൻ പറയുമ്പോൾ എടാ ഇനി എത്ര കാലമാടാ എന്ന് ജയപാലനും ചോദിക്കുക. ഒരു 10 വർഷമെന്ന് അരവിന്ദൻ പറയുമ്പോൾ എടോ 10 വർഷോ? അപ്പോഴേക്കും നീ കിളവനാവുമെടോ. പിന്നെ അവിടെ നിന്നാ എന്തുവാ ഇവിടെ നിന്നാ എന്തുവാ എന്ന് ജയപാലനും ചോദിക്കുന്നുണ്ട്. പേരക്കുട്ടികളോടൊപ്പം സന്തോഷമായി ജീവിക്കണം. ഇത്രയും കാലത്തെ നഷ്ടങ്ങൾക്ക് പിഴ അടയ്ക്കണം. അല്ല ആ ചെറുക്കൻ കൂട്ടരുടെ കാര്യം എന്തായി എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ നല്ല കുടുംബമാ. ഞാൻ അന്വേഷിച്ചു. ചെറുക്കൻ അങ്ങ് പുറത്താ. അവിടെയും അന്വേഷിച്ചു. കേട്ടത് വെച്ച് തരക്കേടില്ല. നല്ല ജോലിയാ എന്ന് ജയപാലൻ പറയുമ്പോൾ അപ്പോ നമുക്കതങ്ങ് നടത്താം എന്ന് അരവിന്ദനും. നമുക്ക് നടത്താം പിന്നെന്താ എന്ന് ചോദിച്ച് ജയപാലൻ ആലോചനയോടെ നിൽക്കുമ്പോഴേക്കും എന്താ ആലോചിക്കുന്നേ എന്ന് അരവിന്ദനും. അല്ലടാ നീ സുജാതയോട് പറഞ്ഞായിരുന്നോ എന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ ഓക്ക് വിഷമാവും. എന്തായാലും പറയാം. നീ ഒരു കാര്യം ചെയ്യേ, അവരോട് വരാൻ പറ. പിന്നെ ആ തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ ഈ ആഴ്ച നടക്കുമോ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ അല്ല ചെറുക്കൻ കൂട്ടർ വന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലേ പിന്നെ ഈ ആഴ്ച തിരക്കായിരിക്കൂലേ, നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് നോക്കാമെന്ന് ജയപാലനും. അത് ആലോചിച്ചില്ലെന്ന് അരവിന്ദനും. എടാ അരവിന്ദ ഇത് തന്റെ തോട്ടമാ. ഗൾഫിൽ നിന്ന് താൻ അറസ്റ്റിച്ച് പിടിച്ച് അയച്ചു തന്ന കാശുകൊണ്ട് വാങ്ങിച്ച തോട്ടം. രജിസ്ട്രേഷൻ താൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വൈകിപ്പിച്ചത്. ഞാൻ ഇത് തൽക്കാലത്തേക്ക് നോക്കി നടത്തുന്നു മാത്രമേ ഉള്ളൂ. തനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് രജിസ്ട്രേഷൻ നടത്താം. അപ്പോ എങ്ങനെ വേണമെന്ന് താൻ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ജയപാലൻ പറയുമ്പോൾ തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ചയായാലും മതി. ഇപ്പൊ ഗംഗയുടെ വിവാഹം നടക്കട്ടെ. ഇനി ദിവസങ്ങൾ കുറവല്ലേ. സൗദിന്ന് എല്ലാം ഒഴിവാക്കി വന്നിട്ട് ഇതിന്റെ നടുവിൽ ഒരു വീട് കെട്ടി താമസിക്കണം എന്ന് അരവിന്ദൻ പറയുമ്പോൾ അല്ല അരവിന്ദ എനിക്ക് വേറൊരു കാര്യം എന്ന് ജയപാലനും. ഏടാ എന്ന് അരവിന്ദൻ പറയുമ്പോൾ ഇനി മുതലേ നീ അവിടെ നിന്ന് അയക്കുന്ന പണം എന്റെ പേരിൽ അയക്കണ്ട, ശാരദയ്ക്ക് നേരിട്ട് അയച്ചാൽ മതി എന്ന് ജയപാലൻ പറയുമ്പോൾ അതെന്താടാ ശാരദയും മക്കളും നിന്നോട് അങ്ങനെ പറഞ്ഞോ എന്ന് അരവിന്ദനും. ഏയ് അതൊന്നുമല്ലടാ, പണത്തിന്റെ കാര്യമല്ല അരവിന്ദ. പിന്നീട് അതൊരു തർക്കത്തിനോ സംശയത്തിനോ ഇടയാക്കണ്ട. എടാ സഹോദരങ്ങൾ പോലും തമ്മിൽ പിണങ്ങുന്നത് ഇപ്പൊ പണത്തിന്റെ പേരില എന്ന് ജയപാലൻ പറയുമ്പോൾ അങ്ങനെ ഒരു സംശയമോ നമ്മൾ തമ്മിലോ എന്ന് അരവിന്ദനും. നിന്റെ പേരിൽ പണം അയക്കുന്നത് എന്റെ ആവശ്യം മാത്രമാ. നിനക്ക് എന്തെങ്കിലും ലാഭമുണ്ടായിട്ടുണ്ടോ? ഞാൻ അവിടെ സൗദിയിൽ സമാധാനമായി കിടങ്ങുന്നുറങ്ങുന്നത് നീ ഇവിടെ ഉള്ളോണ്ട. ശാരദയ്ക്ക് വല്ല പഠിപ്പും വിവരവും ഉണ്ടോ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ അതല്ല അരവിന്ദ ഞാൻ പറഞ്ഞു വരുന്നതേ എന്ന് ജയപാലൻ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോൾ എടാ പണത്തിന്റെ പേരിൽ സഹോദരങ്ങൾ പിണങ്ങിന്ന് വരും, പക്ഷേ നമ്മൾ പിണങ്ങോടാ എന്ന് ചോദിച്ച് അരവിന്ദൻ ജയപാലിനെ ചേർത്ത് പിടിക്കുക. പിന്നീട് ഗംഗ ടെയിലേഴ്സിൽ പാട്ടും വെച്ച് ടെൻഷനോടെ ഇരിക്കുന്ന വിനീതിനെയാണ് കാണിക്കുന്നത്. അവിടെ ഫ്രണ്ടായ നിവിനുമുണ്ട്. ആകെ ബോറടിച്ച് എടാ ആ പാട്ടൊന്ന് നിർത്തുവോ എന്ന് നിവിൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എന്റെ ഇപ്പോഴത്തെ മൂഡ് അനുസരിച്ച് അതാണ് ബെസ്റ്റ് എന്ന് വിനീതും. എന്നാ ഞാൻ എന്റെ പാട്ടിന് പോവാന്ന് പറഞ്ഞ് നിവിൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും പോവല്ലേന്ന് പറഞ്ഞ് വിനീത് ആ പാട്ട് ഓഫ് ചെയ്ത് ഇനി അളിയൻ പറ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ നിന്റെ അമ്മാവനോടൊന്ന് സംസാരിച്ചാലോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ ഇനി അമ്മാവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ എന്ന് വിനീതും. എടാ നിനക്ക് ഗംഗയെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിന്റെ അമ്മാവൻ അറിയില്ലെങ്കിലോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ അപ്പോ അത് ഗംഗയോട് ചോദിച്ചാലോ എന്ന് വിനീതും. അതിന് ഗംഗ ഇനി നിന്നെ ഇഷ്ടമല്ലെന്ന് പറയോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ വേറെ ആളെ നോക്കണമെന്നല്ലേ ഗംഗ അമ്മാവനോട് പറഞ്ഞത് എന്ന് വിനീതും. അല്ല അപ്പോ നിന്റെ ഇഷ്ടത്തിന്റെ കാര്യം നീ ഗംഗയോട് പറഞ്ഞിട്ടില്ലേ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ എന്റെ ഇഷ്ടം പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യം കുഞ്ഞുനാൾ മുതലേ പറഞ്ഞുറപ്പിച്ചതല്ലേ. പിന്നെ അമ്മാവൻ വരുമ്പോ കല്യാണം നടത്താന്ന് പറഞ്ഞിട്ടുള്ളോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗംഗയോട് സൂചിപ്പിക്കാറുണ്ട് എന്ന് വിനീത് പറയുമ്പോൾ അപ്പോ ഗംഗ എന്തു പറയും എന്ന് നിവിനും. അത് എന്നെ ഇഷ്ടമാണെന്നോ കല്യാണം കഴിക്കാമെന്നോ അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അത് എന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ എന്ന് വിനീത് ചോദിക്കുമ്പോൾ എടാ ഈ പറഞ്ഞ കാര്യം നീ ചെയ്തിട്ടുണ്ടോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ എന്ത് എന്ന് വിനീതും. എടാ ഗംഗ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാമെന്നും നീ പറഞ്ഞിട്ടുണ്ടോന്ന് എന്ന് നിവിൻ ചോദിക്കുമ്പോൾ അതൊക്കെ അയാൾക്ക് അറിയാവുന്നതല്ലേ. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കുഞ്ഞുനാളിലെ എന്ന് വിനീത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിവിൻ തടഞ്ഞോണ്ട് എടാ അടുത്ത ഷോ തീരുമ്പോഴേക്കും ബുക്ക് ചെയ്യാനേ, ഇത് തിയേറ്ററിലെ പടമൊന്നുമല്ല പെണ്ണ, നീ അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോന്നാ എനിക്കറിയേണ്ടത് എന്ന് നിവിൻ ചോദിക്കുമ്പോൾ പ്രപ്പോസ് എന്ന് പറഞ്ഞ് വിനീത് ആലോചനയോടെ നിൽക്കുക. നിവിൻ അവനെവിടെ പിടിച്ചിരുത്തി നിനക്ക് അവളോട് എന്തുമാത്രം ഇഷ്ടമുണ്ടോ അതൊക്കെ അവളുടെ മുമ്പിലേക്ക് സ്വന്തം ഹൃദയത്തിൽ നിന്ന് കുടഞ്ഞിട്ട് അവളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും അവളെ സ്വന്തം ജീവിതം പങ്കുവെക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടോന്ന് നിവിൻ ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കുടഞ്ഞിടാനോ, എനിക്കിതൊന്നും അറിഞ്ഞൂടാളിയാ എന്ന് വിനീതും. എന്നെ പോലുള്ള മൊണ്ണകൾക്ക് വളരെ ഈസി ആയിട്ട് ലവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. ടൈപ്പ് കണ്ടുപിടിച്ചതാ, എന്നാലും നിനക്ക് ഉപകരിക്കും. ഇവിടെ ഒരു പൂ കിട്ടാൻ വഴിയുണ്ടോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ പൂവോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ട് ബ്ലൗസിൽ വെക്കുന്ന ഒരു പൂവ് എടുത്ത് നൽകുന്നുണ്ട് വിനീത്. എടാ ഇത് ബ്ലൗസിൽ വെക്കാനല്ല കൊടുക്കാൻ വേണ്ടിട്ടാ, പനിനീർ പൂവുണ്ടോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ ഞാൻ താഴെ അടിവാരത്തുനിന്ന് സലിമക്കയോട് വാങ്ങിച്ചോണ്ട് വരാം ഒരു കെട്ടുപൂ എന്ന് വിനീതും. പോടാ അതിനുള്ള സമയമൊന്നുമില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു കത്രിക എടുത്തു കാണിച്ചോണ്ട് ഇതൊരു പനിനീർ പൂവാണ് എന്ന് നിവിൻ പറയുമ്പോ ഇത് കത്രികയല്ലേ എന്ന് വിനീതും. എടാ വെറുതെ ഒന്ന് സങ്കല്പിക്ക് എന്ന് പറഞ്ഞ് അവനെയും എണീപ്പിച്ച്
അവന്റെ മുന്നിൽ കുനിഞ്ഞിരുന്ന് ആ കത്രികയും നീട്ടിപ്പിടിച്ചോണ്ട് വിൽ യു മാരി മീ എന്ന് നിവിൻ ചോദിക്കുമ്പോഴേക്കും താഴെ കൂടി പോകുന്ന പെൺപിള്ളേരെല്ലാം ആ കാഴ്ച കണ്ട് ചിരിക്കുന്നുണ്ട്. വിനീതും ദേഷ്യത്തോടെ എണീക്കടാ, എന്തു നളിയാ, എന്നെ കൊണ്ട് ഇംഗ്ലീഷ് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് വിനീതും. എനിക്ക് പറ്റുന്ന എന്തേലും പറ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യടേ എന്ന് വിനീത് പറയുമ്പോ ആലോചനയോടെ നടന്ന് എടാ എന്നാ പിന്നെ നീ ഒരു ലവ് ലെറ്റർ എഴുത്, നിന്നെപ്പോലുള്ളവർക്കേ ഇപ്പോഴും അത് തന്നെയാ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിവിൻ പറയുമ്പോ ലവ് ലെറ്റർ അത് കൊള്ളാം എന്ന് ചിരിയോടെ വിനീതും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ലവ് ലെറ്റർ എഴുതാൻ അറിഞ്ഞൂടളിയാ എന്ന് വിനീത് പറയുമ്പോ എടാ ലവ് ലെറ്റർ എഴുതാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാ പഠിക്കുന്നെന്ന് നിവിനും. എന്നാലും ഞാൻ എഴുതിയ അത് കൊളമാവും, നീ എനിക്കൊന്ന് എഴുതി താളിയാ പ്ലീസ് അളിയാ എന്ന് വിനീത് പറയുമ്പോ എടാ നിന്റെ ലവ് ലെറ്റർ ഞാൻ എങ്ങനെയാ എഴുതുന്നേ, ഞാൻ എഴുതിയ അത് എന്റെ ലവ് അല്ലേ എന്ന് നിവിൻ ചോദിക്കുമ്പോ എടാ എല്ലാവരുടെയും പ്രേമം ഒന്നു തന്നെയല്ലേ, നീ ഒരാളെ പ്രേമിക്കുവാണെന്ന് സങ്കല്പിച്ച് അങ്ങ് എഴുത് എന്ന് വിനീത് നിർബന്ധിക്കുമ്പോ ഒരു കൈ നോക്കാമെന്ന് നിവിനും സമ്മതിക്കുക. അങ്ങനെ നിവിൻ എഴുതാനായി പേപ്പറും പേനയും എടുത്തു കൊടുക്കുമ്പോഴേക്കും ഒരു മൂഡിന് പറ്റിയ പാട്ടിടുന്ന് നിവിനും. അങ്ങനെ ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടോടുകൂടി അവൻ ഒരു ലവ് ലെറ്റർ എഴുതുന്നുണ്ട്. വിനീത് ഗംഗയുടെ വീട്ടിലെത്തി ആ ലവ് ലെറ്റർ കൈമാറുന്നതും അതറിഞ്ഞ അച്ഛൻ ഗംഗയ്ക്ക് വിനീതിനെ ഇഷ്ടമല്ലെന്നും അവൾക്ക് വേറൊരു കല്യാണം ആലോചിക്കുകയാണെന്നും ചെറുക്കനും കൂട്ടരും നാളെ കാണാനും എത്തുമെന്ന് പറയുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.